നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ കാണാനായിട്ട് ദാമോദര മേനോൻ്റെ മകൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ഡൽഹിയിലെത്തി. മോദിയെ കണ്ടു. പക്ഷേ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് ഭരണത്തെ തുടച്ചു നീക്കിയിട്ട് മോദി ഒരു വ്യാഴവട്ട കത്തയച്ചിരിക്കുന്നു. 12 വർഷം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണം ഇന്ത്യയിൽ ഇല്ലാതാക്കി എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി എന്നുള്ള പദവിയിൽ രാഹുൽ ഗാന്ധിയെ നിർത്തിയതിൻ്റെ 12ാം വാർഷികം മോദി ആഘോഷിക്കുന്ന ദിവസം തന്നെ സതീശൻ അവിടെ എത്തിയത് യാദൃശ്ചികമാകാം. സുനിൽ, അത് എനിക്കൊരു സംശയമുണ്ട്. കാരണം അയാള് വെള്ളിയാഴ്ച ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. സോണിയാഗാന്ധിയെ കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇന്ന് തന്നെ അവിടെ പോകണം എന്നുള്ളത് ഒരുപക്ഷെ പ്രധാനമന്ത്രിനെ അഭിനന്ദിക്കാനായിട്ട് പോയിരിക്കാം. എന്തായാലും ഒരു വെള്ളപ്പൂക്കളുള്ള ഒരു ബൊക്കെ കൊടുത്തു, കഥകളിയുടെ ഒരു ശില്പം കൊടുത്തു, ഒരു കസബു കരയുള്ള ഷോൾ നരേന്ദ്രമോദിയുടെ ചുമലിലിട്ടു. ഹൃദ്യമായി മോദി സ്വീകരിച്ചു, സംസാരിച്ചു. കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് അനുഭാവപൂർവമായ എല്ലാ സഹായവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് മോദി ഉറപ്പ് കൊടുത്തു. തീർന്നില്ല. നമ്മളിത് സംസാരിക്കുന്ന ഈ സമയം രാവിലെയാണ് കണ്ടത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായും വി.ഡി. സതീശൻ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. മറ്റേ ധനകാര്യ വകുപ്പിൻ്റെ ചാർജ് കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിയുമാണ് സതീശൻ. അപ്പോൾ വല്ലാത്ത കൂടിക്കാഴ്ചയാണ്. സതീശൻ സത്യത്തിൽ മോദിക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇന്ന് തന്നെ ചെന്നത്. കാരണം 12 വർഷമായി തൻ്റെ ഭരണം ഇന്ത്യയിൽ നടക്കുന്നു. വ്യാഴവട്ടം തികയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സതീശനും സന്തോഷം ഉണ്ടായിരിക്കും. ഈ ദിവസം തന്നെ പോയാൽ മോദിക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇന്നിപ്പോൾ ഒഡീഷ മുഖ്യമന്ത്രി ഇന്ന് മോദിയെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എന്തെങ്കിലും സംഗതികൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ചിലപ്പോൾ അനുവാദം കിട്ടിയെന്നിരിക്കും. ഞാൻ അറിഞ്ഞത് ഈ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പത്മവിഭൂഷൺ ബഹുമതി കൊടുക്കണം എന്നുള്ള അപേക്ഷയും ഈ സതീശൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കാം എന്നാണ്. അതും പറയും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറയുന്ന ഒരു സംസാരമുണ്ട്. എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. കേട്ടുകേൾവിയാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷണോ അതല്ലെങ്കിൽ ഭാരതരത്നോ കൊടുക്കണം എന്നുള്ളത്. നല്ലതാണ്. ഏതായാലും നമുക്ക് സംസാരിക്കേണ്ടത് 2 കാര്യങ്ങൾ. ഒന്ന്, മോദിയുടെ 12 വർഷക്കാലം ഒരു സീനിയർ വെറ്ററൻ ജേർണലിസ്റ്റായ കുമാർ ചെല്ലപ്പൻ, ദ ഗ്രേറ്റ് കുമാർ ചെല്ലപ്പൻ എങ്ങനെയാണ് കഴിഞ്ഞ 12 വർഷക്കാലത്തെ മോദിയെ വിലയിരുത്തുന്നത്? മൈ ഗോഡ്, എന്താ പറയുക. എനിക്ക് എൻ്റെ ഡിക്ഷണറിയിൽ വൊക്കാബുലറിയിൽ എനിക്ക് ഒരൊറ്റ വാക്യമുള്ളൂ: ഫാന്റാസ്റ്റിക് അല്ലെങ്കിൽ വണ്ടർഫുൾ. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ ഒരു രാജകീയ ചടങ്ങായിരുന്നു. ലാളിത്യം കൊണ്ടും രാജകീയത കൊണ്ടും എന്താ പറയണ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെല്ലാവരും പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഇന്ത്യയിൽ എത്തണം. ഇത് ആദ്യത്തെ സംഭവമാണ്. നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എത്ര വിദേശ രാഷ്ട്രത്തലവന്മാർ വന്നിരുന്നു? ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എത്രയോ പ്രധാനമന്ത്രിമാർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, മാലിദ്വീപ്, പിന്നെ ചൈന ഉണ്ടായിരുന്നു, ചൈനീസ് വിദേശകാര്യമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നു. ഇത്രയും രാഷ്ട്ര തലവന്മാരാണ് അദ്ദേഹത്തിന് ആശംസകൾ നേരാനായിട്ട് ഡൽഹിയിലെത്തിയതും അദ്ദേഹമായിട്ട് ചർച്ച തുടങ്ങിയതും. ആ നിമിഷം തൊട്ട് അദ്ദേഹം ഈ രാജ്യത്തലവന്മാരുമായിട്ട് ചർച്ച തുടങ്ങി. ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ: ഒരു ഭാരതത്തിന് ഇതിന് മുമ്പെങ്ങും കാണാൻ കഴിയാത്ത, അനുഭവപ്പെടാൻ കഴിയാത്ത ഒരു നവചൈതന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആരെയും പുകഴ്ത്തരുതെന്നാണ് പറയുന്നത്. പക്ഷേ പുകഴ്ത്തേണ്ട ആൾക്കാരെ പുകഴ്ത്തുക തന്നെ പറ്റൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ 2013 സെപ്റ്റംബറിൽ ഇദ്ദേഹം തൃശ്ശിനാപ്പള്ളിയിൽ പ്രസംഗിക്കാനായിട്ട് വന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹത്തെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തൃശ്ശിനാപ്പള്ളിയിൽ സംസാരിക്കാൻ വന്നു. അന്ന് തൊട്ട് ഞാൻ വളരെയധികം കീനായിട്ട് ഫോളോ ചെയ്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓരോ
പ്രവർത്തികളും ഓരോ വാക്കുകളും ഒക്കെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായിരുന്നു ജയലളിത, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത. പക്ഷെ അദ്ദേഹം വളരെ മാന്യമായ രീതിയിലാണ് അവിടെ വന്ന് തമിഴ്നാട്ടിലെ ജനങ്ങളോട് NDA കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതും. അതേസമയം ജയലളിതനെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള വാക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിദേശത്ത് നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ വന്നത്, വിദേശത്തുള്ള ഇന്ത്യക്കാർ മുഴുവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് 2013 കിട്ടിയിരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ കിട്ടുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയി. ഒരിക്കൽ വിസ നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ് അമേരിക്കയിലേക്ക്. അവിടെ കുറെ പേര് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ് കത്തയച്ചു. അതെ, പ്രത്യേകിച്ചും ഈ മുസ്ലിങ്ങളെക്കാളും കൂടുതൽ ക്രൈസ്തവരാണ് അദ്ദേഹത്തിന് എതിരായിട്ട് നിന്നത്. എണ്ണി പറയാം പേര്, ഞാൻ പിന്നെ അത് പറഞ്ഞ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പക്ഷേ എന്തുമാത്രം കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുത്തത് മുഴുവനും. ഈ രാജ്യത്തിന് മറ്റുള്ള പ്രധാനമന്ത്രിമാർ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദുരന്തങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കോവിഡ് ഒരു വലിയ ദുരന്തം, മഹാമാരി. 2 വർഷം രാജ്യം തന്നെ അടച്ചുപൂട്ടിയിടേണ്ടി വന്നു. അതെ, ഇന്ത്യയിൽ മാത്രം മരുന്ന്, അതിനുള്ള വാക്സിൻ എത്തിക്കുന്നതിനുപരി അദ്ദേഹം അയൽ രാജ്യങ്ങളിലും സാധുക്കളായ രാജ്യങ്ങൾ, ചെറിയ കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ മരുന്ന് കൊടുത്തയച്ചു. സുനിൽ ഓർക്കണില്ലേ, ഒരു രാഷ്ട്രത്തലവൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് നമസ്കരിക്കുന്ന ഓർത്തില്ലേ? ആഫ്രിക്കയിലെ ഒരു കാണാറില്ല. എനിക്ക് അത് ഏതൊരു ആഫ്രിക്കൻ രാജ്യത്തിന്റെയാണ്. അതേപോലെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് അദ്ദേഹം നല്ല ബന്ധമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അമേരിക്കയും റഷ്യയും അവർ തമ്മിൽ നല്ല ഈഗോ ക്ലാഷ് ഉണ്ട്, വലിയ വഴക്കാണ്. ഇന്ത്യക്ക് പക്ഷേ റഷ്യയുമായിട്ടും അമേരിക്കയായിട്ടും ഒരേ ബന്ധമാണ്. കാരണം പറയുന്നത്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരു പ്രതിബന്ധമാവില്ല. നമ്മൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്താണോ ആ താല്പര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറാതിരുന്നേച്ചാൽ മതി. അതുപോലെ റഷ്യയുടെ താല്പര്യങ്ങൾ എന്താണോ നമ്മൾ അതിനകത്ത് ഇടപെടാതിരുന്നാൽ മതി. ലെറ്റ് ഡിഫറൻസസ് ബി ദേർ. വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങളായി ഉണ്ടായിക്കോട്ടെ. നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകൾ കണ്ടുപിടിച്ച് അവിടെ നമുക്ക് പ്രവർത്തിക്കാം. ആ പോളിസി അനുസരിച്ചിട്ടാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ ഒരു രൂപരേഖ ഇപ്പോഴാണ് വന്നത്, മാറ്റം വന്നിട്ടുണ്ട്. അത് ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറില്ല, നമ്മുടെ മുൻ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിലേക്ക് മുൻ അംബാസഡർ ആയിരുന്നില്ലേ TP ശ്രീനിവാസൻ, അദ്ദേഹം എപ്പോഴും പറയും, അദ്ദേഹം ഒരു മോഡി ക്രിട്ടിക്കായിരുന്നു ആദ്യകാലത്തൊക്കെ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, മോദിയുടെ ഭരണത്തിന് കീഴിൽ വിദേശകാര്യ വകുപ്പ് വളരെ കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല 2 മന്ത്രിമാരെ കിട്ടിയെന്നുള്ളത് സംശയമില്ല. ഒന്ന് സുഷമ സ്വരാജ്, നല്ലൊരു മന്ത്രിയായിരുന്നു. ആൻഡ് ജയശങ്കർ എന്ന് പറഞ്ഞ തന്ത്രങ്ങളുടെ ചാണക്യനാണ്. ഈ രാജ്യതന്ത്രജ്ഞതയിൽ അല്ലെങ്കിൽ നയതന്ത്രത്തിൽ എല്ലാത്തരം ന്യൂവൻസസ് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ജയശങ്കർ. ഇന്ത്യ കണ്ടിട്ടുള്ള 2 വിദേശകാര്യമന്ത്രിമാർ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് സുഷമ സ്വരാജും പിന്നെ വേറൊന്ന് ജയശങ്കറുമാണ്. ആ ചരിത്രത്തിൽ ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രിമാർ. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ മേക്ക് ഇൻ ഇന്ത്യ, പിന്നെ അതുപോലെ ആത്മനിർഭർ ഭാരത് എന്നൊക്കെയുള്ള പദ്ധതികൾ ലോഞ്ച് ചെയ്യുകയും അത് മുഴുവൻ വിജയകരമായി പ്രവർത്തിപ്പിക്കുകയും കംപ്ലീറ്റ് ആയി കൊണ്ടുവരികയും ചെയ്യാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത, ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തൻ്റെ സെക്രട്ടറിമാരുമായിട്ടും മറ്റു മന്ത്രിമാരുമായിട്ടും ചർച്ച ചെയ്യും. എന്തായി ആ പൊസിഷൻ, അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എത്രയുണ്ടെന്ന് അദ്ദേഹം വളരെ ബ്രീഫ്ഡാണ്. അദ്ദേഹം ഒരിടത്ത് പോകുമ്പോൾ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്ത് അവിടെ പരാമർശിക്കേണ്ടതായ വിഷയങ്ങളെക്കുറിച്ച് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം പോകുന്നത്. എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല എങ്ങനെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അദ്ദേഹത്തിന്റെ ദിവസത്തിന് 24 മണിക്കൂർ നീളം പോരാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ദിവസത്തിന് ഒരു 28-30 മണിക്കൂർ നീളം ഉണ്ടെന്ന് തോന്നുന്നു പ്രവർത്തി കണ്ടിട്ട്. ഉറങ്ങാറില്ല, ഉറക്കം വളരെ കുറവാണ്. ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ഭാഗ്യം കൊണ്ട് രാജ്യത്തെ 148 കോടി ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഒരു ജലദോഷപ്പനി പോലും വന്നിട്ടില്ല.
അത് യോഗ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഇന്ന് ഈ യോഗ തന്നെ ഒരു ആഗോള പ്രതിഭാസമായിട്ട് മാറുക. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഒരു ദിവസം അന്താരാഷ്ട്ര യോഗ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. പിന്നെ ഈ ചില വാക്കുകൾ അദ്ദേഹം കോയിൻ ചെയ്ത് ആ വാക്കുകൾ മുഴുവനും അദ്ദേഹത്തിനെതിരായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഒരു ചാനലിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള വാക്ക് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഒരു ബലാക്കോട്ടിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ തന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളതാണ്. ഈ സർജിക്കൽ സ്ട്രൈക്ക് അവതരിപ്പിക്കുന്ന ഒരു വലിയ ആളാണ് കേട്ടോ. അദ്ദേഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള കുറെ അവകാശക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിനെതിരെ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ ഈ താപ്പാനകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പത്രക്കാരോട് സംസാരിക്കാറില്ല എന്നുള്ളതാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു നിയമമുണ്ടോ പ്രധാനമന്ത്രിമാർ പത്രക്കാരോട് ഏതു നേരം സംസാരിക്കണമെന്നോ? എവിടെയെങ്കിലും ഒരു നിയമമുണ്ടോ? എനിക്ക് സൗകര്യമില്ല സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കണം. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം സുനിൽ. 2019 BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അമിത് ഷാ ഒരു പത്രസമ്മേളനം വിളിച്ചു. അത് എന്തിനാന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാം കഴിഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ആ പത്രസമ്മേളനത്തിൽ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അപ്പോൾ ആരോ പത്രക്കാർ അദ്ദേഹത്തോട് എന്തോ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാനിവിടെ വന്നത് പാർട്ടിയുടെ ഒരു കാര്യകർത്ത എന്നുള്ള രീതിയിലാണ് വന്നത്. പാർട്ടി പ്രസിഡന്റാണ് മീറ്റിംഗ് കൺവീൻ, അദ്ദേഹമാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. അതും എന്താ പറയണ, പത്രക്കാരിൽ നിന്ന് ഓടി ഒളിച്ചെന്നും പറഞ്ഞിട്ടാണ് ഇവിടുത്തെ എല്ലാവരും പറഞ്ഞിരുന്നത്. അവർക്ക് ഈ മാധ്യമ പ്രവർത്തകർ കണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ രീതിയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റാണ്, പക്ഷെ കാര്യങ്ങൾ പറയുന്നതും തീരുമാനിക്കുന്നതും സോണിയ മദാമയും രാഹുൽ ഗാന്ധി ആയിരിക്കും. അതുപോലെ അമിത്ഷാ പ്രസിഡന്റ് ആണെങ്കിലും മോദി ആയിരിക്കും എല്ലാം തീരുമാനിക്കുന്നത് എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്ന കുഴപ്പമാണ്. പാവങ്ങളാണ്, മാപ്രകൾ. അല്ലേ, കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? വെറുതെ അല്ല. ഇപ്പൊ ഈ എന്താണ് പരമാവധി പെട്രോളിയം കുഴിച്ചെടുക്കാത്തതെന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരുള്ള കേരളത്തിലാണ്. അല്ല, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞാ പുകഴ്ത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പറയണ ആ ഇലക്ഷൻ എന്ന് അദ്ദേഹം വോട്ടില് പിന്നോക്കം പോയപ്പോ ഈ ചാനൽ ആഹ്ലാദം, കാരണഭൂതം തോറ്റു, കാരണഭൂതം, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, സതീശന്റെ വാഴ്ത്തുകൾ കാണുക മാധ്യമങ്ങൾ അപകടമാണ്. അദ്ദേഹം അതിൽ അഭിരമിക്കരുത്. ഇവർ നാളെ നിങ്ങളെ തള്ളിയിട്ട് നിങ്ങളെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അതിനെതിരെ ടൺ കണക്കിന് ആക്ഷേപങ്ങളുമായിട്ട് വരും, ഉറപ്പല്ലേ? സുനിൽ, വേറൊരു കാര്യമുണ്ട്. ഇപ്പം കഴിഞ്ഞ 2 പത്രസമ്മേളനവും ഞാൻ കണ്ടു, സതീശൻ നടത്തിയ പത്രസമ്മേളനം. അതിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ എഴുതി കൊടുത്ത് ചോദിപ്പിച്ച് ചോദ്യം പോലെ തന്നെ തോന്നുന്നുണ്ട് എനിക്കത്. സതീശനെ എന്താ സുനിലിന് നല്ലൊരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ നല്ല ബഹുമാനമുണ്ട്, സമ്മതിച്ചു. ഞാൻ പല സംസ്ഥാനങ്ങളിലും പല മുഖ്യമന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കണ്ട് ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹം പിന്നെ PR എഴുതി കൊടുത്ത മറുപടിയാണ് വായിച്ചിരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ചില ക്വസ്റ്റ്യനൊക്കെ കേൾക്കുമ്പോൾ സതീഷിന് ഭയങ്കര സന്തോഷമാണ്. ഓ, അതൊരു നല്ല ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ചോദ്യമാണ്. വേറെ കാര്യമുണ്ട് സർ, നമ്മളെ സംബന്ധിച്ച് നമ്മളും ഒരു പുതിയ സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാരിനെ തുടക്കം മുതലേ വിമർശിക്കാൻ നമ്മൾ ദേശാഭിമാനിയല്ലല്ലോ. വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം വേണം. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയണം, മോശം കാര്യങ്ങളെ വിമർശിക്കണം. സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാരിനെ എതിർക്കുകയും പ്രതിരോധിക്കുകയും വേണം. അതാണ് വേണ്ടത്. പിന്നെ സതീശനെ സംബന്ധിച്ചിപ്പോൾ സതീശനൊരു നല്ല മാധ്യമ സെക്രട്ടറി വരുന്നുണ്ട്, പ്രസ് സെക്രട്ടറി റോയ്. മികച്ച സൂര്യ TV-യുടെ ചുമതല ഉണ്ടായിരുന്ന റോയ് ഒന്നാം തരം, നമ്മളൊക്കെ റോയ്ച്ചൻ എന്ന് വിളിക്കുന്ന റോയ്ച്ചൻ ഇന്നലെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. പ്രസ് സെക്രട്ടറി ഗംഭീര പ്രസ് സെക്രട്ടറിയാണ്. പിന്നെ ഞാൻ നോക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ, കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും മാന്യനായ ഒരു അഡ്വക്കേറ്റ് ജനറൽ, എനിക്ക് വളരെ വ്യക്തിപരമായി എത്രയോ വർഷമായിട്ട് അറിയാം, ജാജു ബാബു. പിന്നെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എൻ്റെ സുഹൃത്താണ്, ഞങ്ങളൊന്നിച്ച് ലോ കോളേജിൽ ഒന്നിച്ച് പഠിച്ച അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. നല്ല ആളുകളാണ്. ഇപ്പം കൂടെയുള്ള ഈ ഒരാളുടെ അഡ്വൈസർമാർക്ക് ഒരാളെ നശിപ്പിക്കാനും നന്നാക്കാനും പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസർ ജാജു ബാബുവിനെ പോലെയുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളെ ലീഗൽ അഡ്വൈസറായി, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ വെറും ലീഗൽ അഡ്വൈസർ അല്ലല്ലോ, ഒരു നിഴൽ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളത് സതീശന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായകമാകും.
ഇപ്പോൾ രത്തൻ ഖേൽക്കറെ അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോൾ അദ്ദേഹം പറയണേ കൽക്കത്തയിൽ മനോജ് അഗർവാളിനെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച പോലെ അല്ല ഇത്. കൽക്കത്തയിൽ മനോജ് അഗർവാൾ BJP-നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടി പ്രധാന പങ്ക് വഹിച്ച ആളാണെന്നാണ് അദ്ദേഹം എന്ന പറഞ്ഞത്. ആക്ഷേപമുണ്ട്. ആ അങ്ങനെ അതൊക്കെ പറയണത് ഒരു രണ്ടാന്തര ഇടപാടായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഏതായാലും നോക്കാം, നമുക്കൊരു ഹണിമൂൺ പീരീഡ് കൊടുക്കാം ഏത് സർക്കാർ. പക്ഷേ സതീശൻ ഒരിക്കലും നരേന്ദ്രമോദിയുടെ പെർഫോമൻസ് ഒന്നും നടത്താൻ പോകുന്നില്ല. കേരളം ഇതുപോലെ തന്നെ ആവുള്ളൂ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷയില്ല. കാരണം അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളുടെ തടവറയിലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതല്ല, എൻ്റെ ഒരു നിരീക്ഷണം, സതീശൻ്റെ പക്കൽ ധനകാര്യ വകുപ്പ് കൂടി ഉള്ളപ്പോൾ കേന്ദ്രത്തിൻ്റെ ഉദാരമായ സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായി എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനോട് യുദ്ധത്തിന് പോകണം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഒരു പക്ഷേ സതീശൻ പോവില്ലായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഇല്ല സുനിൽ, അദ്ദേഹത്തിന് പോകാതിരിക്കാൻ കഴിയില്ല. കാരണം കെട്ടിടമേനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നരേന്ദ്രമോദിനെ 4 ചീത്ത വിളിക്കണ്ടേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ്. അല്ലാണ്ട് അയാൾക്ക് ഈ കസേരയിൽ തുടരാൻ പറ്റുമോ? കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പിണറായി വിജയൻ മോദി എന്ന വാക്ക് പോലും ഒരിടത്തും തിരിച്ചിട്ടില്ല. പക്ഷെ അത് ഇത് ഈ നരേന്ദ്രമോദിയും പിന്നെ വിജയനും തമ്മിലുള്ള ഒരു ഇക്വേഷൻ അല്ലല്ലോ. കോൺഗ്രസും മറ്റേ നരേന്ദ്രമോദി ആയിക്കൂടാ. കേരളത്തിൻ്റെ വെൽഫെയർ ആണ്, കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമമാണ്, കേരളത്തിന് ഞാൻ കൊടുത്ത വാഗ്ദാനങ്ങളാണ് പ്രധാനം എന്ന് കരുതിയാൽ സതീശനും മാറാം. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ അയാൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞു എന്ന് വെച്ചോളൂ, ആ നിമിഷം വേണുഗോപാൽ സോണിയാഗാന്ധി വിളിച്ച് പറയും, ഇന്ത്യ കണ്ട ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ കാലം മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഒന്നാമത്തെ ഇതൊരു ഞാണിന്മേൽ കളിയാണ് ഈ സതീശന്റെ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ നമ്മൾ സംസാരിച്ചു വന്ന നരേന്ദ്രമോദിയെ കുറിച്ചിട്ടാണ്. ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ 12 വർഷത്തിൽ? ഒരു വർഗീയ ലഹളയില്ലാത്ത ഒരു വർഷം ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആലോചിക്കാൻ കൂടി പറ്റില്ല. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ ഏടാണ് ഈ കഴിഞ്ഞ 12 വർഷക്കാലം. ഒരു അഴിമതി ആരോപണം ഇല്ല. ഒരു എന്താ പറയണ കമ്മ്യൂണൽ റൈറ്റ്, ഒരു എന്താ പറയണ ഒരു അന്താരാഷ്ട്ര രാജ്യങ്ങളായിട്ടുള്ള അസ്വാരസ്യം. മറ്റ് പ്രധാനമന്ത്രിമാരെങ്ങാനും ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ട്രംപ് പറഞ്ഞു ഇന്ത്യയിൽ ഇസ് എ ഡെഡ് എക്കണോമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അദ്ദേഹം മിണ്ടിയില്ല. മോദി ഈസ് എ ഗ്രേറ്റ് മാൻ എന്നയാൾ പറഞ്ഞു. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മോദിയുടെ ആരാധകനാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ അദ്ദേഹത്തിന്. അതുകൊണ്ട് കേട്ടോണ്ടൊന്നും എന്താ പറയുന്നത്. അല്ല, ട്രംപ് ഇന്നലെയും പറഞ്ഞു മാർക്കോ റൂബിയോട് വന്നപ്പോഴത്തേക്ക്. ഏതായാലും ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്ന് പറയാൻ 2 വട്ടം പോലും ആവശ്യമില്ല. ഉത്തരം പറയാൻ ഇതിപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ, പല ഈ പത്രക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്ന പലർക്കും അവരുടെ വാക്കുകൾ വിഴുങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് അവർ കൂടുതൽ ശക്തിയോടുകൂടി അദ്ദേഹത്തെ ആക്രമിക്കാൻ നോക്കുന്നത്. ആക്രമിക്കും തോറും മോദിയുടെ കരുത്ത് കൂടുകയാണ്. ലെറ്റ് us hope so. അതിങ്ങനെ തന്നെ കൂടിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും